الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആകാശം മുതൽ ഭൂമി വരെ വ്യാപിച്ചു കിടക്കുന്ന വസ്തുക്കളിലും സംവിധാനങ്ങളിലും നിശ്ചയിച്ചിട്ടില്ല. നേരെമറിച്ച് സത്യവിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിലെ ഈമാനുമായി നമ്മുടെ ജീവിതത്തിലെ അമല് സാലിഹാത്തുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. അഥവാ സത്യവിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ ശരിയായ ഈമാനും നമ്മുടെ ജീവിതത്തിൽ ശരിയായ സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും ഉണ്ട് എങ്കിൽ വ്യക്തിപരമായും സാമൂഹ്യമായും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തന്നെ പരിഹാരം നൽകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവർക്ക് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ആ ഈമാനിലൂടെ നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യുദാഫിഉ അവൻ ദൂരീകരിക്കും, എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൂരീകരിക്കും. അനിൽ ലദീന ആമനു ഹൃദയങ്ങളിൽ ശരിയായ സത്യവിശ്വാസം സ്ഥാപിച്ചവരിൽ നിന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഹൃദയങ്ങളിൽ ശരിയായ വിശ്വാസം സ്ഥാപിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും അല്ലാഹു പരിഹരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരിലൂടെയും സഹാബാക്കളിലൂടെയും ഈ യാഥാർത്ഥ്യം വളരെ ചരിത്രപരമായി തന്നെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുകയുണ്ടായി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഒരു രാജ്യമായ മിസ്ർ, ഈജിപ്തിന്റെ ഗവർണറായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തീരുമാനിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായിരിക്കുന്ന കാലം ഗവർണർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സന്ദർഭം ജൂൺ മാസമായപ്പോൾ ഈജിപ്തിലെ ജനങ്ങൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ അംർ ഇബ്നുൽ ആസ്, ഈജിപ്തിൽ ഒരു നടപടിക്രമമുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഒരു കന്യകയായ പെൺകുട്ടിയെ നൈൽ നദിക്ക് വേണ്ടി ബലി നൽകാറുണ്ട്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയുടെ സന്തുലിതമായ ഒഴുക്കാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും പുരോഗതിയുടെയും ആധാരവും അടിസ്ഥാനവും. ആ പുഴയിൽ നിന്നുള്ള ജലാശയത്തിലെ
വെള്ളം കൊണ്ടാണ് ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങൾ വിളയുന്നത്. നല്ല ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സുലഭമായി ലഭ്യമാകുന്നതിനു വേണ്ടി നൈൽ നദിയുടെ സന്തുലിതമായ ഒഴുക്ക് അനിവാര്യമാണ്. അതിനുവേണ്ടി എല്ലാ വർഷവും ഞങ്ങൾ ഒരു കന്യകയായ പെൺകുട്ടിയെ നൈൽ നദിക്ക് വേണ്ടി ബലി നൽകാറുണ്ട്. ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ പോയി സംസാരിച്ച് അനുനയിപ്പിച്ച് ആ കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു കന്യകയെ നമ്മൾ വാങ്ങും, നൈൽ നദിക്ക് ബലിയായി നൽകാറുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാം മുൻകഴിഞ്ഞ മുഴുവൻ ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹുവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന ബൃഹത്തായ പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം മനുഷ്യ ബലിയെ അനുവദിക്കുന്നില്ല. ഇതൊരു അനാചാരമാണ്. ജനങ്ങൾക്ക് ഉറപ്പായി അഥവാ കന്യകയെ ബലി നൽകുന്നില്ല എങ്കിൽ നൈൽ നദിയുടെ സന്തുലിതമായ ഒഴുക്ക് താറുമാറാകും. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും പുരോഗതിയുടെയും വിഷയം അവതാളത്തിലായിത്തീരും. നമുക്ക് തന്നെ ഈ രാജ്യത്ത് അധിവസിക്കാൻ കഴിയില്ല. അങ്ങനെ ജനങ്ങളെല്ലാവരും രാശി നോക്കി ആ രാജ്യത്തിൽ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ജൂൺ മാസമായപ്പോ നൈൽ നദി അതിന്റെ സന്തുലിതമായ ഒഴുക്കിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഈജിപ്ത് വിട്ട് മറ്റ് രാജ്യത്തിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. സങ്കീർണമായ പ്രശ്നങ്ങൾ വിവരിച്ചുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് കത്തയക്കുകയുണ്ടായി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറുപടി കത്തെഴുതി, അല്ലയോ അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ ആ ജനങ്ങളോട് പറഞ്ഞത് വളരെ കൃത്യമാണ്, സത്യമാണ്. ഇസ്ലാം മുൻകഴിഞ്ഞ മുഴുവൻ ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹുവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന ബൃഹത്തായ പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാം ഒരിക്കലും മനുഷ്യ ബലി അനുവദിക്കുന്നില്ല. എന്നെ ഈ കത്ത് കെട്ടിക്കഴിഞ്ഞാൽ അതിൽ ചെറിയ ഒരു കടലാസ് കഷണമുണ്ട്, അത് നൈൽ നദിയിലേക്ക് ഇട്ടേക്കണം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കത്ത് വായിച്ചു. ആ കത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ കടലാസ് കഷണം എടുത്തു വായിച്ചപ്പോൾ അതിൽ ഏതാനും വരികൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. മിൻ അബ്ദില്ലാഹി ഉമർ അമീറുൽ മുഅ്മിനീൻ ഇലാ നീൽ വഇൻ കുൻത തജ്രി മിൻ ഖിബലിക ഫലാ തജ്രി വഇൻ കാന അല്ലാഹുൽ വാഹിദുൽ ഖഹാർ അൻ യുജ്രിയക ഫനസ്അലുല്ലാഹൽ വാഹിദൽ ഖഹാർ അൻ യുജ്രിയക. അല്ലാഹുവിന്റെ ദാസനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് നൈൽ നദിക്ക് എഴുതുന്ന കത്താണ്. അല്ലയോ നൈൽ നദി, നീ സ്വയത്തപ്രകാരമാണ് ഒഴുകുന്നത് എങ്കിൽ നീ ഒഴുകേണ്ടത് ആവശ്യമില്ല. ഇനി ഏകനായ എല്ലാ സൃഷ്ടികളെയും അടക്കി വയ്ക്കുന്ന അല്ലാഹുവാണ് നിന്നെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഏകനായ എല്ലാ സൃഷ്ടികളെയും അടക്കി വാഴുന്ന അല്ലാഹുവിനോട് ഞങ്ങൾ അർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, ആ അല്ലാഹു നിന്നെ ഒഴുക്കണം എന്ന്. ഈ ചെറിയ കടലാസ് കഷണം ഇടേണ്ടുന്ന താമസം നൈൽ നദി അതിന്റെ സന്തുലിതമായ ഒഴുക്കിലേക്ക് മടങ്ങി വന്നു. പതിറ്റാണ്ടുകളായി ആ രാജ്യത്തിലുണ്ടായിരുന്ന ദുരാചാരം അനാചാരം ഉന്മൂലനം ചെയ്യപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിലൂടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടുന്നത്. ജാഹിലിയ്യത്തിന്റെ രീതിയായിരുന്നു അനാചാരങ്ങൾ. ആ അനാചാരങ്ങളിൽ ഉണ്ടാകുന്ന പേക്കൂത്തിലൂടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. പൈശാചികമായ തോന്നലുകളും അതിലൂടെ ഉണ്ടാക്കപ്പെടും. പിശാചിനെ അല്ലാഹു മനുഷ്യന് വഴികെടുത്താനുള്ള ചില സ്വാധീനവും ശക്തിയും നൽകിയിട്ടുണ്ട്. ആ സ്വാധീനം ഉപയോഗിക്കും. ജനങ്ങൾ അനാചാരം പ്രവർത്തിക്കുമ്പോൾ ആ പ്രതിസന്ധി മാറുന്നതായി അനുഭവപ്പെടും. ഇന്ന് മുസ്ലിമീങ്ങൾ ഇസ്ലാമികമായി വികസിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഇസ്ലാമികമായ നിറവും മുഖവും നൽകിക്കൊണ്ട് അത് മാത്രമാണ് ഇസ്ലാം നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരവും എന്ന ധാരണയും സങ്കല്പവും ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന് വഴികെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
സംഘടനാപരമായ ഒരു പക്ഷേ പശ്ചാത്തലം ഉണ്ടായിരിക്കാം. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഒരു ഉറൂസുമായി ബന്ധപ്പെട്ട് ഗജവീരന്റെ അരങ്ങേറ്റത്തിന്റെ ഇടയിൽ, ആനയുടെ അരങ്ങേറ്റത്തിന്റെ ഇടയിൽ ആനയുടെ ഒരു മനുഷ്യരെ തൂക്കിയെടുത്ത് ധാരാളം പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ അടുത്ത സ്ഥലത്തുണ്ട്. ഉറൂസിന്റെ പേരിലാണ് എങ്കിലും, എന്ത് അനാചാരങ്ങളുടെ പേരിലാണ് എങ്കിലും, അത് പാണ്ഡിത്യത്തിന്റെ നിറം നൽകിയാലും ശരി, ഇസ്ലാമിക നിറം നൽകിയാലും ശരി, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അതുമായി പുനബന്ധം പോലുമില്ല. സാധാരണക്കാരുടെ ചൂഷണം ചെയ്തുകൊണ്ട് ധാരാളം സമ്പത്തുകൾ നേടിയെടുത്തുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ബിൽഡിങ്ങുകൾ സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയുള്ള പേക്കൂട്ടുകൾ അരങ്ങേറുന്നത്. ഇസ്ലാമുമായി ഇതിന് പുനബന്ധം പോലുമില്ല. മുസ്ലിമീങ്ങളും എളുപ്പമാണ് നോക്കുന്നത്, ഫോർവേഡിലൂടെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കുന്നത്. 5 നേരം നിസ്കരിക്കാൻ വയ്യ, റമദാനിൽ നോമ്പെടുക്കാൻ വയ്യ, മുഴുവൻ അനിസ്ലാമികമായ പ്രവർത്തനങ്ങളിലും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പലിശയും കൈക്കൂലിയും ആവാസത്തലങ്ങളും. ഇതിനൊക്കെ ഫോർവേഡിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി വർഷം നടക്കുന്ന ഒരു അരങ്ങേറ്റത്തിൽ ചെന്ന് കൂടുന്നതോടുകൂടി എന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടി എന്നൊരു സങ്കല്പം, എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി എന്ന സങ്കല്പം അവർക്കാക്കുമാറാക്കാം. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലെ ഈമാനിലൂടെയാണ് പ്രശ്നത്തിന് പരിഹാരം നിശ്ചയിച്ചിരിക്കുന്നത്. വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന ഈജിപ്തിന്റെ അനാചാരമാകുന്ന മനുഷ്യബലിയെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിലൂടെ പരിഹരിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുസ്ലിം സമൂഹത്തിന് ഉത്ബോധനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് ബനൂ ഇസ്രായേലിയരുടെ ചരിത്ര സംഭവമാണ്. എന്തുകൊണ്ടാണ്? ബനൂ ഇസ്രായേലിയരെ കാഫിരീങ്ങളായിരുന്നില്ല, മുസ്ലിമീങ്ങളായിരുന്നു. നബിമാരുടെ മക്കളും നബിമാരുടെ തലമുറയുമായിരുന്നു ബനൂ ഇസ്രായേലിയർ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ യൂസുഫ് ഉൾപ്പെടുന്ന 12 മക്കൾ, അവര് വലിയ തലമുറകളായി കുടുംബക്കാരായി അവരെയാണ് ചരിത്രത്തിൽ ബനൂ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ഈ മുസ്ലിമീങ്ങളുടെ ചരിത്ര സംഭവം എന്തുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ച് പറയുന്നത്? മുസ്ലിമീങ്ങളായിരുന്ന ജനസമൂഹം അവരുടെ ഹൃദയത്തിൽ ശരിയായ ഈമാനും അവരുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളും കൃത്യമാക്കിയപ്പോൾ അല്ലാഹു അവരെ ലോകത്തിന്റെ നേതാക്കന്മാരും ജേതാക്കന്മാരുമാക്കി. എന്ന ഹൃദയത്തിലെ ഈമാനിൽ വൈകല്യം സംഭവിപ്പിച്ച് സുഹൃത്തുക്കളിൽ നിന്ന് സൽക്കർമ്മങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചോ, ഈ ദുനിയാവിൽ അവർ നിന്ദ്യന്മാരായി പോയി, അവരെ അടിച്ചമർത്തപ്പെടുന്ന സമൂഹമായി പോയി. മൂസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ബനൂ ഇസ്രായേലിയരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നത് ഉസ്തുദഇഫു ഫിൽ അർദ്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട സമൂഹമായിരുന്നു. ഫിർഔനും അദ്ദേഹത്തിന്റെ ജനതയാകുന്ന നിബിതികളും പകലെല്ലാം ബനൂ ഇസ്രായേലിയരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും രാത്രി വേതനം നൽകാതിരിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ നിലയിലും അടിച്ചമർത്തപ്പെട്ട, അടിമത്വം പേറിക്കൊണ്ട് ഭൂമിയുടെ പുറംതൊലിയിൽ മുകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായി ബനൂ ഇസ്രായേലിയർ തരംതാഴ്ന്നു പോയി. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചമർത്തലുകളിൽ നിന്നും അടിമത്വത്തിൽ നിന്നും രക്ഷ കിട്ടി സ്വതന്ത്രമായി ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ നേതാക്കന്മാരും ജേതാക്കന്മാരുമായി ജീവിപ്പിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെ അയക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പ്രക്ഷോഭം നടത്തുകയും ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുമല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ അടിസ്ഥാനം ശരിയാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയുള്ളൂ. ആ ജനസമൂഹത്തിനോട് മൂസാ നബി അലൈഹിസ്സലാം ആദ്യം പറഞ്ഞത് സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. ഖുർആനിൽ പറയുന്നത് തന്നെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് വിളിച്ചുകൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാം കാഫിരീങ്ങളിലേക്ക് വന്ന പ്രവാചകനായിരുന്നില്ല, ബനൂ ഇസ്രായേലിയർ മുസ്ലിമീങ്ങളിലേക്ക് വന്ന പ്രവാചകൻ. ആ ജനസമൂഹത്തിനോട് മൂസാ നബി അലൈഹിസ്സലാം പറയാണ്, വഖാല മൂസ
മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, യാ ഖൗമി, എന്റെ ജനതേ, ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഫഅലൈഹി തവക്കലു, അവന്റെ മേൽ മുഴുവൻ കാര്യങ്ങളും ബലമേൽപ്പിക്കണം. നിങ്ങളുടെ അഭയവും നിങ്ങളുടെ ആശ്രയവും അല്ലാഹുവായി തീരണം. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എങ്കിൽ, മുസ്ലിമീങ്ങളായിരുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിച്ചു പോയ ഈമാനികമായ വൈകല്യം പരിഹരിക്കുകയും ഈമാൻ ഹൃദയത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും. فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. ബനൂ ഇസ്രായേൽ പറഞ്ഞു, ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്ബോധന ഈമാനാണ് എങ്കിൽ ഞങ്ങളുടെ എല്ലാ അവലംബവും ആശ്രയവും അല്ലാഹുവാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ബലമേൽപ്പിക്കുക. എന്നിട്ട് അവർ ദുആയിരൊക്കെയാണ്, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ജനങ്ങളുടെ ഫിത്നയിൽ ഞങ്ങളെ നീ അകപ്പെടുത്തരുതേ. വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ. ഈമാനിന് ശേഷം ദുആ. നമ്മുടെ ഹൃദയത്തിലെ ഈമാൻ മുഴുവൻ ഭൗതികമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മളിങ്ങനെ ദുആയിലെത്തുകയാണ്. രണ്ടാമത് എന്ത് ചെയ്തു? മൂസാ നബി അലൈഹിസ്സലാം ആ ജനങ്ങളുടെ അമലുകൾ ശരിയാക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ സൽക്കർമ്മങ്ങൾ ശരിയായ ദിശയിലേക്കാക്കുകയാണ്. ശരിയായ നിസ്കാരം وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. നാം മൂസയോടും ഹാറൂനിനോടും സന്ദേശം അറിയിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജനതയാകുന്ന ബനൂ ഇസ്രായേലിയർക്ക് ഓരോ പ്രദേശങ്ങളിലും വീട് നിർമ്മിച്ചു കൊടുക്കണം. വജഅലൂ ബുയൂതകും ഖിബല, വീടുകളെ നിങ്ങൾ ഖിബലയാക്കണം. വഅഖീമുസ് സ്വലാത, എന്നിട്ട് നമസ്കാരം കൃത്യമായി നിലനിർത്തണം. പരസ്യമായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫിർഔനും അവന്റെ കിങ്കരന്മാരും കണ്ട് നിങ്ങളെ ഉപദ്രവിച്ചേക്കാം. അതുകൊണ്ട് നമസ്കാരം നിങ്ങൾ വീടുകളിൽ നിലനിർത്തണം എന്ന് മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ ആയത്തിനെ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഹൃദയത്തിലെ ഈമാൻ ശരിയായി, ജീവിതത്തിന്റെ അമല് ശരിയായപ്പോൾ മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. അല്ലാഹുവേ, തീർച്ചയായും ഫിർഔനും അവന്റെ കിങ്കരന്മാർക്ക് നീ സമ്പത്ത് നൽകി, സാമ്പത്തികമായ പുരോഗതിയും അലങ്കാരവും നൽകി. ഈ സമ്പത്തും സാമ്പത്തികമായ പുരോഗതിയും അലങ്കാരവും ഉപയോഗിച്ചുകൊണ്ട് അവരെ മുസ്ലിം സമൂഹത്തിന് വഴികെടുത്തുകയാണ്. ജനങ്ങളെ ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് റബ്ബനാ തുമിസ് അലാ അംവാലിഹിം, അല്ലാഹുവേ, ഇവരുടെ സാമ്പത്തികമായ സ്രോതസ്സിനെ നീ കെടുത്തിക്കളയണമേ. വസ്തുദ് അലാ ഖുലൂബിഹിം, ഇവരുടെ ഹൃദയങ്ങളെ നീ
കടുപ്പമുള്ളതാക്കേണമേ. ഫലാ യുഅ്മിനൂ, ഇവർ വിശ്വസിക്കൂല. ഹത്താ യറൗൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ കാണുന്നതുവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഹൃദയത്തിലെ ഈമാൻ ശരിയായി, ജനങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി സൽക്കർമ്മങ്ങൾ ഉണ്ടായപ്പോ അതിനുശേഷം ചെയ്ത ദുആ, അത് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ വലാ തത്തബിഅന്നി സബീലല്ലദീന ലാ യഅലമൂൻ. നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥനയെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം. ഒരിക്കലും വിവരമില്ലാത്തവരുടെ മാർഗങ്ങളെ പിൻപറ്റരുത്. വർഷങ്ങൾ പലതും കഴിഞ്ഞു, ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഈമാൻ ശരിയായി, ജനങ്ങളുടെ ജീവിതം കൃത്യതയുള്ളതായി തീർന്നു. ഹറാമിൽ നിന്നും പാപങ്ങളിൽ നിന്നും പരിശുദ്ധമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഫിർഔനെയും കിങ്കരന്മാരെയും കൈകാര്യം ചെയ്തു. وجاوزنا ببني إسرائيل البحر فأتبعه فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ച ബനൂ ഇസ്രായേലിയരെയും ചെങ്കടലിന്റെ മുകളിലൂടെ സഞ്ചരിപ്പിച്ച് മറുകരയിലെത്തി. അതേ ചെങ്കടലിൽ ഫിർഔനെയും ഖിബ്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിക്കുകയാണ്. അങ്ങനെ വെള്ളത്തിൽ മുങ്ങി നശിക്കാൻ വേണ്ടി അടുത്തപ്പോൾ ഫിർഔൻ പറയുകയാണ്, ആമന്തു, ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ബനൂ ഇസ്രായേലിൽ ഏതൊരു രക്ഷിതാവിനെ കൊണ്ട് വിശ്വസിച്ചു, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അല്ലാഹു ചോദിച്ചു, الآن قد عصيت قبل وكنت من المفسدين فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ഇപ്പോഴാണ് വിശ്വസിക്കുന്നത്. പതിറ്റാണ്ടുകൾ ഭൂമിയുടെ പുറന്തലിക്ക് മുകളിൽ അക്രമം പ്രവർത്തിച്ചു. ബനൂ ഇസ്രായേലിയരെ അടിച്ചമർത്തി, അടിമകളാക്കി, തൊഴിലാളികളാക്കി, ദീനിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും തകർക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടത് ഇപ്പോഴാണ് വിശ്വസിക്കുന്നത്. അത് അസൈത ഖബ്ലു, ഇതിനു മുമ്പ് നീ എനിക്കെതിര് പ്രവർത്തിച്ചിരുന്നല്ലോ. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. പിൻഗാമികൾക്ക് ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി നിന്റെ ശരീരത്തിനെ ഞാൻ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തിറക്കുന്നതാണ്. ചെങ്കടലിന്റെ മധ്യത്തകപ്പെട്ടു പോയ ആ ശരീരം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്തിറങ്ങി. ആ ഡെഡ് ബോഡി അല്ലാഹു അങ്ങനെ തന്നെ നിലനിർത്തി. മിസ്രിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും കാണാൻ കഴിയും ആ ഡെഡ് ബോഡി, ഫിർഔനിന്റെ ഡെഡ് ബോഡി. എന്നിട്ട് അല്ലാഹു പറയാ, وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ. ധാരാളം ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അശ്രദ്ധയിലാണ്. ആധുനിക യുഗത്ത് മനുഷ്യരാണെങ്കിൽ ഒരു പ്രത്യേക സാങ്കല്പിക ലോകത്തിലാണ് ഉള്ളത്. സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോൺ, ഇതൊക്കെ ഉപയോഗിച്ച് ഇതാ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ലോകം. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്ര സംഭവം ഖുർആനിൽ എന്തിനാ വിവരിക്കുന്നത്? ബനൂ ഇസ്രായേലിയർ മുസ്ലിമീങ്ങളായിരുന്നു. അവർക്ക് പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നപരിഹാരത്തിനു വേണ്ടി അല്ലാഹു പ്രവാചകന്മാരെ അയച്ചവരുടെ ഹൃദയത്തിൽ ശരിയായ ഈമാൻ സ്ഥാപിക്കുകയും ജീവിതത്തിൽ ശരിയായ അമൽ സാലിഹാത്തും ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെയും പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ ഹൃദയങ്ങളിൽ ശരിയായ ഈമാനും ജീവിതങ്ങളിൽ അമൽ സാലിഹാത്തും ഉണ്ടാക്കി തീർക്കൽ മാത്രമാണ്.
ഹൃദയത്തിലെ ഈമാന് വൈകല്യം സംഭവിച്ചു, ജീവിതത്തിൽ അമൽ സാലിഹാത്തില്ല, തോന്നിവാസിയായി താന്തോന്നിയായി ജീവിക്കുന്നു എങ്കിൽ വ്യക്തിപരമായി കുടുംബത്തിൽ സാമുദായികമായി പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, യൂസികുൽ ഉമ്മമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആഖിലതു ഇലാ ഖിസ്അതിഹാ. ഒരു കാലഘട്ടം വരും, അന്ന് വിശപ്പുള്ളവർ ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നയാൾ ക്ഷണിക്കുന്നത് പോലെ ജനങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ മറ്റു മനുഷ്യരെ വിളിച്ചുകൂടും. എല്ലാവരും മുസ്ലിമീങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടാനും സമ്മേളിക്കാനും തയ്യാറായി നിൽക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകരെ, അന്ന് ഞങ്ങളുടെ എണ്ണത്തിൽ ന്യൂനപക്ഷമായിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കലുമല്ല, ബലന്തും കസീർ, നിങ്ങൾ എണ്ണത്തിൽ ഭൂരിപക്ഷമായിരിക്കും. വലാകിന്നകും ഗുസാലുൻ കഗുസാലിസ്സൈലി, എന്നാൽ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് വരുന്ന ചണ്ടികളെ പോലെ നിങ്ങൾ അതപ്പതിച്ചിട്ടുണ്ടായിരിക്കും. വലയൻസിഅന്നല്ലാഹു മിൻ ഖുലൂബി അദുബികുമുൽ മഹാബത, ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളോട് ലേശം പേടിയുണ്ടായിരിക്കില്ല. വലയഖദിബന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹന, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹൻ എന്ന് പറയുന്ന ഒരു രോഗം തരുന്നത്. സഹാബാക്കൾ ചോദിച്ചു, എന്താ വഹൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ജീവിതത്തിനോട് അമിതമായ താല്പര്യം, ഭൗതികതയോട് വല്ലാത്ത ഇഷ്ടം, മരണത്തിനോടുള്ള അനിഷ്ടം, ഇതാണ് വഹനി എന്ന് പറയുന്ന രോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈമാനിൽ നിശ്ചയിച്ചിരിക്കുന്നു, അമൽ സാലിഹാത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈമാനും അമൽ സാലിഹാത്തും ഇല്ല എങ്കിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തന്നെ പറയുകയാണ്, അനൽ മലിക്, ഞാനാ രാജാവ്, വഖുലൂബുൽ മുൽകി ബിയദി, ലോകത്തുള്ള മുഴുവൻ ചക്രവർത്തിമാരുടെയും ഹൃദയം എന്റെ നിയന്ത്രണത്തിലാണ്. വഅന്നൽ ഇബാദ ലൗ അതഅൂനി, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾ എന്നെ അനുസരിച്ചു കഴിഞ്ഞാൽ അവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഫത്തി വറഹ്മ, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ചക്രവർത്തിമാരുടെ ഹൃദയത്തിൽ നാം അനുകമ്പയും കാരുണ്യം ഇട്ടുകൊടുക്കും. അവർ മുസ്ലിമീങ്ങളോട് വളരെ കാരുണ്യത്തോടുകൂടി വർത്തിക്കും. മഹ്മൂദ് ഗസ്നവിയെ പോലെയുള്ള ചക്രവർത്തിമാരെ അല്ലാഹു കൊണ്ടുവരും. ഇന്ത്യ ഭരിച്ചിരുന്ന നീതിമാനായ ഒരു ചക്രവർത്തിയായിരുന്നു മഹ്മൂദ് ഗസ്നവി. രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ ആ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന സാധാരണക്കാരനപ്പെട്ട ഒരാൾ വന്നിട്ട് പറയാണ്, മഹാനായ ചക്രവർത്തി, അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു അനീതി സംഭവിക്കുകയാണ്. ചക്രവർത്തി ചോദിച്ചു, എന്റെ കുടുംബത്തിൽ നിന്ന് അനീതിയോ? അതെ, നിങ്ങളുടെ സഹോദരിയുടെ മകൻ എന്റെ വീട്ടിൽ രാത്രി വരാറുണ്ട്, എന്നെ അടിച്ചു പുറത്താക്കാറുണ്ട്, എന്റെ ഭാര്യയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്. നിങ്ങളുടെ കൊട്ടാരത്തിലുള്ള മന്ത്രിമാരോടും പട്ടാളക്കാരോടും പറഞ്ഞപ്പോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അവരൊക്കെ നിശബ്ദരായിരിക്കുകയാണ്. രാജാവ് രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടൊരു വിളംബരം പുറപ്പെടുവിച്ചു. ഈ കാണുന്ന മനുഷ്യനേത് പാതിരാത്രി സമയത്ത് കടന്നു വന്നാലും രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ രാത്രി വരികയാണ്. രാജാവ് രാജകൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളുടെ സഹോദരിയുടെ മകൻ എന്റെ വീട്ടിലുണ്ട്. രാജാവ് ഊരിപ്പിടിച്ച വാളുമായി പട്ടാളക്കാരുമായി അയാളുടെ വീട്ടിൽ ചെന്നപ്പോ സഹോദരിയുടെ മകൻ വീട്ടിന്റെ ഉള്ളിലുണ്ട്. സഹോദരിയുടെ മകനെ കൃത്യമായി കണ്ടു. ലൈറ്റ് ഓഫ് ആക്കി വാളുകൊണ്ട് ആദ്യ കഴുത്തിലേക്ക് വെട്ടി ശരീരത്തിൽ നിന്നും തല വേർപെട്ടു. അദ്ദേഹം ഇപ്രകാരം വിളിച്ചുകൊണ്ട് ബോധരഹിതനായി, നിങ്ങൾക്ക് നാശം, എന്നെ വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബോധരഹിതനായി. ജനങ്ങൾ വെള്ളം തളിച്ചു, വെള്ളം കുടിപ്പിച്ചു. അദ്ദേഹം ബോധവാനായി. ധാരാളം ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. മഹ്മൂദ് ഗസ്നവി എന്ന് പറയുന്ന നീതിയുടെ നിറകുടമായ ഭരണകർത്താവ് പറയുകയാണ്, എന്നോട് ഈ മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പ്രതിജ്ഞ ചെയ്തു, പടച്ചവനെ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ രാജ്യത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ അനീതി സംഭവിക്കുകയോ, ഞാൻ അല്ലാഹുവിനോട് ഒരു കരാർ ചെയ്തു, പടച്ചവനെ, ഈ മനുഷ്യന് നീതി നേടിക്കൊടുക്കുന്നത് വരെ ഞാൻ അന്നപാനീയങ്ങൾ ഉപയോഗിക്കില്ല.
3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, വെള്ളം കുടിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്തതിന് ശേഷം ബോധരഹിതനായി ദാഹിച്ചു പരവശനായി നിലംപതിച്ചു പോയത്. ഞാൻ വിളക്ക് കെടുത്തി കളയാനുള്ള കാരണം വിളക്കിന്റെ പ്രകാശത്തിൽ എന്റെ സഹോദരിയുടെ മകന്റെ മുഖം കാണുന്നു എങ്കിൽ എന്റെ ഹൃദയത്തിൽ കുടുംബം, സഹോദര്യം ഇങ്ങനെയുള്ള ചിന്തയുണ്ടായേക്കാം. കുടുംബ ബന്ധത്തിന്റെ പേരിൽ നീതിയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ വിളക്ക് കെടുത്തി കളഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും എന്നെ അനുസരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നീതിയുടെ നിറകൂടങ്ങളായ ചക്രവർത്തിമാരെ, ഭരണകർത്താക്കളെ അന്ന് തന്നെ കൊടുത്തു. ലോകത്തുള്ള എന്റെ ദാസന്മാർ എനിക്കെതിർ പ്രവർത്തിക്കുന്നു എങ്കിൽ ലോകത്ത് നാം അധികാരം നൽകുന്ന ഭരണകർത്താക്കളുടെ ഹൃദയം കടുപ്പമുള്ളതായിരിക്കും. ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന പ്രകൃതിക്കാരായിരിക്കും. ആ അക്രമകാരികളായ ഭരണകർത്താക്കൾ നിങ്ങളെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ശിക്ഷിക്കുകയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് രാജാക്കന്മാർക്കെതിലും ഭരണകൂടത്തിനെതിരെയും നിലയുറപ്പിച്ചുകൊണ്ട് അവർക്കെതിൽ ബദ്ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയണ്ട. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ വ്യാപൃതമാക്കേണ്ടത് എന്റെ സ്മരണയിലായിരിക്കണം. എന്നോട് കീഴ്വണക്കത്തിലായി നിങ്ങളുടെ സമയങ്ങൾ ജോലിയാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ ശത്രുപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് മതിയായവനാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുസ്ലിമീങ്ങളുടെ ഈമാനിന്റെയും അമലിന്റെയും വൈകല്യത്തിന്റെ പേരിൽ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ഹൃദയത്തിലെ ഈമാനും നമ്മുടെ ജീവിതത്തിലെ അമലുകളും ശരിയാകുന്നത്. പാപങ്ങളിൽ നിന്ന് നമ്മുടെ അവയവങ്ങളെയും ജീവിതത്തെയും പരിശുദ്ധമാക്കി ഒരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.